ഒരാൾ തെറ്റ് ചെയ്താൽ എന്തു ചെയ്യണം? ശിക്ഷിക്കണമല്ലേ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ എന്തിനാണ് നമ്മൾ ഒരാളെ ശിക്ഷിക്കുന്നത്? വെറുമൊരു പ്രതികാരത്തിനാണോ? അത് മറ്റുള്ളവർക്കൊരു പാഠം പഠിപ്പിക്കാനോ? ഈ ചോദ്യം നമ്മൾ വിചാരിക്കുന്നതിലും ആഴമുള്ളതാണ്. നമുക്കിതിൻ്റെ പല വശങ്ങളിലേക്കൊന്ന് നോക്കാം. അതെ, ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. നമ്മൾ ഒരാളെ ജയിലിലടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആ വ്യക്തിയെ നന്നാക്കാനാണോ, അതോ സമൂഹത്തെ അയാളിൽ നിന്ന് രക്ഷിക്കാനാണോ? നമ്മുടെ മുഴുവൻ നീതിന്യായ വ്യവസ്ഥയും കെട്ടിപ്പടുത്തിയിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഒറ്റയടിക്കൊരു ഉത്തരമുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ പല പല ഉത്തരങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായി ഫിലോസഫേഴ്സ് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ശിക്ഷാരീതികളില്ലേ, അതെല്ലാം ഈ ആശയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ നമുക്കാദ്യം ആ അടിസ്ഥാനപരമായ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പഴയതും ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിലുള്ളതുമായ ഒരു വികാരമാണ് പ്രതികാരം. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് കേട്ടിട്ടില്ലേ? അതുതന്നെ. ഇവിടെ ശിക്ഷയുടെ ലക്ഷ്യം ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ചെയ്ത തെറ്റിന് അയാൾ അർഹിക്കുന്ന ഒരു തിരിച്ചടി കൊടുക്കുക എന്നതാണ്. ഒരുതരം ധാർമ്മികമായ കടം വീട്ടൽ പോലെ. ഇനി നമുക്ക് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു സമീപനം. ഇവിടെ ലക്ഷ്യം പ്രതികാരമല്ല, കുറ്റകൃത്യങ്ങൾ ഇനിയും ഉണ്ടാകുന്നത് തടയലാണ്. അതായത്, ശിക്ഷ കഠിനമാക്കിയാൽ ശിക്ഷയെക്കുറിച്ചുള്ള പേടി കാരണം കുറ്റം ചെയ്തയാൾ അത് ആവർത്തിക്കില്ല. മറ്റുള്ളവർ അത്തരം കുറ്റങ്ങൾ ചെയ്യാൻ മടിക്കുകയും ചെയ്യും. പല ആധുനിക നിയമവ്യവസ്ഥകളുടെയും പിന്നിലുള്ള ആശയം ഇതാണ്. പക്ഷേ കുറ്റകൃത്യം ഒരു തെറ്റായ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഒരു രോഗം പോലെയാണെങ്കിലോ? അങ്ങനെയെങ്കിൽ ചികിത്സയല്ലേ വേണ്ടത്? അതാണ് പുനരധിവാസം എന്ന ആശയത്തിന്റെ കാതൽ. ഇവിടെ ശിക്ഷയുടെ ലക്ഷ്യം കുറ്റവാളിയെ വേദനിപ്പിക്കുക എന്നതിനേക്കാൾ വിദ്യാഭ്യാസം, കൗൺസിലിംഗൊക്കെ കൊടുത്ത് അവരെ തിരുത്തി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരാളാക്കി മാറ്റുക എന്നതാണ്. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം വളരെ സിമ്പിളായിരിക്കും. അതായത്, അപകടകാരിയായ ഒരാളെക്കൊണ്ട് സമൂഹത്തിന് ഇനിയും ദോഷമുണ്ടാകരുത്. അതിനെയാണ് കഴിവില്ലാതാക്കൽ എന്ന് പറയുന്നത്. കുറ്റവാളിയെ സമൂഹത്തിൽ നിന്ന് ഭൗതികമായി മാറ്റി നിർത്തുക, അവർക്ക് കുറ്റം ചെയ്യാനുള്ള അവസരം തന്നെ ഇല്ലാതാക്കുക. ജയിൽവാസം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ കുറ്റം ചെയ്തയാളെക്കുറിച്ചാണ്, അല്ലേ? പക്ഷേ ഇരയുടെ കാര്യമോ? അവിടെയാണ് പരിഹാരമെന്ന ആശയം വരുന്നത്. ഇവിടെ ശിക്ഷയുടെ ലക്ഷ്യം കുറ്റവാളി വരുത്തിയ നഷ്ടം നികത്തുക, സമൂഹത്തിനുണ്ടായ മുറിവുണക്കുക എന്നൊക്കെയാണ്. ഇത് ശിക്ഷയേക്കാൾ ഉപരി കാര്യങ്ങൾ പഴയപടിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ആശയങ്ങളെയെല്ലാം നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, പ്രതികാരം പോലെ ഭൂതകാലത്തിലേക്ക് നോക്കുന്നവ, അതായത് ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ കൊടുക്കണം എന്നു മാത്രം ചിന്തിക്കുന്നു. രണ്ട്, തടയൽ, പുനരധിവാസം എന്നിവ പോലെ ഭാവിയെ നോക്കുന്നവ, അതായത് ഭാവിയിൽ കുറ്റകൃത്യങ്ങൾ എങ്ങനെ തടയാമെന്ന് ചിന്തിക്കുന്നു. അപ്പോ ഇതൊക്കെയാണ് തിയറി. പക്ഷേ പ്രായോഗികമായി നമ്മുടെ കോടതികളിലും ജയിലുകളിലും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ 5 ആശയങ്ങളിൽ ഏതിനാണ് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്? സിദ്ധാന്തത്തിൽ നിന്ന് പ്രയോഗത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. നമ്മൾ 5 വ്യത്യസ്ത ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, അല്ലേ? എന്നാൽ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളുടെ കാര്യം വരുമ്പോൾ നമ്മുടെ സമൂഹം എപ്പോഴും ഒരൊറ്റ ഉത്തരത്തിലേക്കാണ് എത്തുന്നത്: തടവ്. പ്രതികാരം, തടയൽ, പുനരധിവാസം. ലക്ഷ്യം എന്തുതന്നെ ആയാലും മാർഗം മിക്കവാറും ഒന്നുതന്നെ: ജയിൽ. പക്ഷേ ഈ വഴിക്ക് ഭയങ്കരമായൊരു വിലയുണ്ട്. ഈ സംഖ്യയൊന്ന് നോക്കിക്കേ. അമേരിക്കയിൽ ഒരാളെ ഒരു വർഷം ഫെഡറൽ ജയിലിലിടാൻ വരുന്ന ശരാശരി ചെലവാണത്. $28,000 കൂടുതൽ. ഇത് സമൂഹത്തിന് എത്ര വലിയ സാമ്പത്തിക ഭാരമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും വലിയ സാമ്പത്തിക ഭാരമുള്ളതുകൊണ്ട് സ്വാഭാവികമായും നമ്മളൊരു ചോദ്യം ചോദിക്കും: ജയിൽവാസം മാത്രമാണോ നമ്മുടെ മുന്നിലുള്ള ഏക വഴി? ഇതിലും ചിലവ് കുറഞ്ഞതും ഒരുപക്ഷെ കൂടുതൽ ഫലപ്രദവുമായ മറ്റു വഴികളുണ്ടോ? ഉണ്ട്. അത്തരം ബദൽ മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഈ ബദൽ മാർഗങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അത് കുറ്റവാളികളോട് മൃദുലമായി പെരുമാറുന്ന ഏർപ്പാടാണെന്ന് കരുതരുത്. അതല്ല അതിൻ്റെ അർത്ഥം. ജയിലിലടക്കുന്നതിന് പകരം എന്നാൽ അതേസമയം കർശനമായ നിബന്ധനകളോട് നടപ്പിലാക്കുന്ന മറ്റ് ശിക്ഷാരീതികളാണിവ. ഈ പട്ടിക കാണുമ്പോഴാണ് വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നത്. ജയിലിന് ഏകദേശം $28,000 ചെലവ് വരുമ്പോൾ പ്രൊബേഷൻ പോലുള്ള മാർഗങ്ങൾക്ക് അതിൻ്റെ 1/6 താഴെ മാത്രമേ ചെലവ് വരുന്നുള്ളൂ. സാമ്പത്തികമായി നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു കാര്യമാണ്. ശരി, അപ്പോൾ ബദൽ മാർഗങ്ങൾ ചെലവ് കുറഞ്ഞതാണെന്ന് മനസ്സിലായി. പക്ഷെ അതല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും പ്രധാനം ഇതാണ്: ഈ ശിക്ഷാരീതികൾ അവയുടെ പ്രധാന ലക്ഷ്യം നേടുന്നുണ്ടോ? അതായത്, ശിക്ഷിക്കുന്നത് വഴി ഭാവിയിലെ കുറ്റകൃത്യങ്ങൾ ശരിക്കും കുറയുന്നുണ്ടോ? നമ്മുടെ സിസ്റ്റം ഫലപ്രദമാണോ എന്ന് അളക്കുന്ന ചോദ്യം ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തടയൽ സിദ്ധാന്തം ഓർക്കുന്നില്ലേ?
കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള പേടി ആളുകളെ കുറ്റം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇത് വളരെ ലോജിക്കലായി തോന്നുന്ന ഒരു ആശയമാണ്. എന്നാൽ യഥാർത്ഥ ലോകത്തിലെ കണക്കുകൾ എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. ഇത് വെറുമൊരു ചോദ്യമല്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണിത്. കഠിനമായ ശിക്ഷകൾ ശരിക്കും ഫലപ്രദമാണോ? അതിന്റെ ഉത്തരം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കില്ല. ഉത്തരം ഇല്ല എന്ന് മാത്രമല്ല. ഈ സംഖ്യ ശ്രദ്ധിക്കൂ. കാനഡയിൽ 100-ലധികം പഠനങ്ങളെ വിശകലനം ചെയ്തപ്പോൾ കണ്ടെത്തിയൊരു കാര്യമാണിത്. കഠിനമായ ശിക്ഷകൾ വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നില്ല, പകരം 3% വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മുടെ സിസ്റ്റം എന്തിനെയാണോ തടയാൻ ശ്രമിക്കുന്നത്, ഒരു പക്ഷേ അതിന് കാരണമായേക്കാം എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഇതൊരു പഠനത്തിൽ മാത്രം കണ്ട കാര്യമല്ല കേട്ടോ. പല പഠനങ്ങളും ഇതേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജയിൽ ശിക്ഷ മറ്റു ശിക്ഷാരീതികളെ അപേക്ഷിച്ച് വീണ്ടും കുറ്റം ചെയ്യാനുള്ള സാധ്യത കൂട്ടുന്നു. ശിക്ഷയുടെ കാലാവധി കൂടുന്തോറും ഈ സാധ്യതയും കൂടുകയാണ്. ചുരുക്കത്തിൽ കണക്കുകൾ നമ്മളോട് ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നു: കഠിനമായ ശിക്ഷ എന്ന നമ്മുടെ പ്രധാന തന്ത്രം പരാജയപ്പെടുകയാണ്. ഇതിനൊരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് BF സ്കിന്നർ പറഞ്ഞൊരു കാര്യമുണ്ട്: ശിക്ഷ കൊണ്ട് ഒരു സ്വഭാവത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല, താൽക്കാലികമായി അടിച്ചമർത്താനേ കഴിയൂ. ശിക്ഷയുടെ പേടി മാറുമ്പോൾ ആ പഴയ സ്വഭാവം വീണ്ടും തിരികെ വരാം. ഒരുപക്ഷെ നമ്മൾ ആ 3% കണക്കിൽ കണ്ടത് ഇതായിരിക്കാം. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു വശത്ത് ശിക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ വലിയ സിദ്ധാന്തങ്ങളും ലക്ഷ്യങ്ങളും, മറുവശത്ത് നമ്മുടെ പ്രധാന ശിക്ഷാരീതി ഫലപ്രദമല്ലെന്ന് കാണിക്കുന്ന കണക്കുകൾ. ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഈ യാത്രയൊന്ന് ഉപസംഹരിക്കാം. ഇതാണിതിലെ പ്രധാന കാര്യം. ശിക്ഷയെ ന്യായീകരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫിലോസഫികളും നമ്മുടെ ശിക്ഷാരീതികളുടെ യഥാർത്ഥ ഫലങ്ങളും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. നമ്മുടെ രീതികൾക്ക് ഭീമമായ ചിലവുണ്ട്, പക്ഷേ കുറ്റകൃത്യം തടയുക എന്ന ലക്ഷ്യത്തിൽ അത് പരാജയപ്പെടുന്നു. അപ്പം നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കുറ്റകൃത്യം തടയുക എന്ന ലക്ഷ്യത്തിൽ നമ്മുടെ ശിക്ഷാരീതികൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കണം നീതിയുടെ ആത്യന്തികമായ ലക്ഷ്യം? അത് വെറും പ്രതികാരം മാത്രമായി ഒതുങ്ങണമോ? അതോ പുനരധിവാസം പോലുള്ള മാർഗങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകണമോ? ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.